സാംസങ് പ്രത്യേകിച്ച് ഒരു ഇൻട്രഡക്ഷനും ആവശ്യമില്ലാത്ത ഒരു ഗംഭീര ബ്രാൻഡ്. ആൻഡ് സാംസങ് 2021 തുടക്കത്തിൽ തന്നെ അവരുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലായ എസ് സീരീസ് പുറത്തിറക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഹലോ മൈജിയൻസ്, മൈജിയുടെ വേറൊരു റേഞ്ച് അൺബോക്സിംഗ് വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാം സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുന്നത് S21 സീരീസ് ആണ്. S21 സീരീസിൽ 3 ഫോൺസ് ആണുള്ളത്. ഫസ്റ്റ് വൺ S21, രണ്ടാമത്തത് S21 Plus ആൻഡ് മൂന്നാമത്തതാണ് ദ പവർ ഹൗസ് അല്ലെങ്കിൽ ദ പവർ മെഷീൻ എന്ന് പറയാൻ പറ്റുന്ന S21 Ultra. ആൻഡ് നമ്മൾ ഇന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ദ മിഡിൽ ചൈൽഡായ, അതായത് നടുക്കുള്ള വേരിയൻ്റായ S21 Plus ആണ്. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ് ഈ ഒരു ഗംഭീര ഫോൺ അൺബോക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളും എക്സൈറ്റഡ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ എന്തിനാണ് പിന്നെ സമയം കളയുന്നത്? നമ്മൾ കടക്കുന്നു നേരെ അൺബോക്സിംഗിലേക്ക്. ഓക്കെ, അപ്പോൾ ഗാലക്സി S21 Plus 5G ഫോണിൻ്റെ ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം വളരെ സിമ്പിളായിട്ടുള്ള നീറ്റായിട്ടുള്ള പാക്കേജിംഗ് ആണ്. ആൻഡ് ഈ പാക്കേജിങ് വളരെ മെലിഞ്ഞ ഒരു പാക്കേജിംഗ് ആണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് തുറന്നു നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് സൈഡിൽ ഗാലക്സി എന്ന ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ S21 എന്ന ഇതിന് ലൈറ്റ് അടിക്കുന്ന അനുസരിച്ച് ഇങ്ങനെ മാറുന്ന രീതിയിൽ ഭംഗിയായിട്ട് ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴെ നിങ്ങൾക്ക് കാണാം S21 Plus 5G ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഇതിൻ്റെ വേറെ കുറച്ച് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ ഈ സൈഡിലും കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്. ടോപ്പിൽ പ്രത്യേകിച്ചൊന്നും തന്നെയില്ല. അപ്പോൾ ആകെ നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ 2 സീൽസ് താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ, നമ്മളപ്പോൾ സീൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി പൊക്കി നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാവുന്നത് നമ്മളുടെ ഡിവൈസ് തന്നെയാണ്. ഓ മൈ ഗോഡ്, ഇത് വളരെ പ്രീമിയം ആയിട്ടാണ് എനിക്ക് ഫ്രണ്ട് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നത്. നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം. വാവ്, ഇത് നമ്മളുടെ ഫാൻറ്റം വയലറ്റ് എന്ന് പറഞ്ഞ കളറാണ്. ഇത് ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ ഭയങ്കര പ്രീമിയമാണ്, ഒരു രക്ഷയില്ല. ഇത് പിടിക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഫോണിലേക്ക് വരാം. തൽക്കാലം ഇത് മാറ്റി വെച്ചിട്ട് ബാക്കി എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ ബാക്കി ബോക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ ഇവിടെ ഒരു പാക്കറ്റ് ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഈ ബോക്സ് കാലിയാണ്. നമുക്ക് ചാർജറോ ഹെഡ്സെറ്റോ ഇതിൻ്റെ ഒപ്പം വരുന്നില്ല. നമുക്കറിയാം എന്തുകൊണ്ടാണ്. ബിക്കോസ് സാംസങ് ഹാസ് ജോയിൻഡ് ദ പാർട്ടി വിത്ത് അത് തന്നെ. അത് കാരണം ഇപ്പം ഇങ്ങനെയാണ് ബോക്സ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം. നമുക്ക് സിം എജക്ടർ ടൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മളിത് തുറന്നാൽ USB Type-C ചാർജിങ് കേബിൾ, അതായത് Type-C to Type-C ആണ് നമുക്ക് കിട്ടുന്നത്. അതാണ് ആകെ ബോക്സിലുള്ളത്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് നമ്മൾ പ്രത്യേകിച്ച് വായിക്കാൻ സാധ്യതയില്ലാത്ത കുറച്ച് ബുക്ക്ലെറ്റ്സ് ആണ്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. അത്രേ ഉള്ളൂ. ബാക്കി ബോക്സ് എം ടി ആണ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ നമ്മുടെ സാംസങ് ഗാലക്സി S21 Plus ഇവിടെ ബൂട്ട് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓ മൈ ഗോഡ്, ഈ ഒരു ഇൻ ഹാൻഡ് ഫീൽ ഉണ്ടല്ലോ, അതായത് ദാറ്റ് സെൻസ് ഓഫ് പ്രീമിയംനെസ് ഒരു രക്ഷയില്ല. ആ ഒരു പ്രീമിയംനെസ് വാരിക്കോരിയാണ് സാംസങ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഒരു ഡിസൈൻ ലുക്സ് എപ്പോഴും സബ്ജക്റ്റീവാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണിത്. ആൻഡ് എനിക്ക് തോന്നുന്നത് ഇത് വളരെയധികം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണെന്നാണ്. എസ്പെഷ്യലി ഈ ബാക്ക് സൈഡിൽ ഈ ക്യാമറ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോണ്ടൂർ കട്ട് ഡിസൈൻ പോലെയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ആ ക്യാമറ ഇങ്ങനെ ഫ്രെയിമിനോട് ഇഴകിച്ചേരുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. ആൻഡ് ആ ഇഴകിച്ചേർന്ന ആ ഒരു ഗോൾഡ് ഭാഗം ഫോണിനെ കംപ്ലീറ്റ് ഇങ്ങനെ ചുറ്റി വരുന്നുണ്ട്. ആൻഡ് ഗൈസ്, ദിസ് ഇസ് സിംപ്ലി പ്രീമിയം. ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു ഫിസിക്കൽ ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ നമുക്ക് പവർ ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ വോളിയം റോക്കേഴ്സ് താഴത്തെ പോർഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്പീക്കർ ഗ്രില്ല് കാണാം. ആൻഡ് USB Type-C ചാർജിങ് പോർട്ട് ഉണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് മെയിൻ മൈക്രോഫോൺ കൊടുത്തിട്ടുണ്ട്. ആൻഡ് സിം ട്രേ അതിന് തൊട്ട് സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട്. ആൻഡ് മുമ്പുള്ള സാംസങ് S സീരീസിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ദിസ് ടൈം എക്സ്പാൻഡബിൾ സ്റ്റോറേജ് നമുക്ക് അവൈലബിൾ അല്ല. ജസ്റ്റ് 2 സിം ഇടാനുള്ള ഓപ്ഷൻസ് മാത്രമേ ട്രെയിലുള്ളൂ. ആൻഡ് ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ക്ലീൻ ആണ്, അവിടെ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. പിന്നെ നേരെ മോൾ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 മൈക്രോഫോൺസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. പിന്നെ ബാക്ക് സൈഡിൽ താഴെ സാംസങ് ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് കാണാം ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, ഫ്ലാഷ് ഉണ്ട്. പിന്നെ ഫ്രണ്ട് സ്ക്രീനിൽ മോളിൽ ഒരു
പഞ്ച് ഹോൾ സെറ്റപ്പിലാണ് നമുക്ക് ഫ്രണ്ട് ക്യാമറ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഈ സ്ലീക്ക് ഡിസൈൻ കാരണം എനിക്ക് തോന്നുന്നു നമ്മളിത് പോക്കറ്റിലിട്ട് നടക്കുന്ന സമയം വളരെ കുറവായിരിക്കും. ഒട്ടുമിക്ക സമയം നമ്മൾ കൈ പിടിച്ച് നടക്കാൻ ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അത്രയ്ക്ക് കംഫർട്ടബിൾ ആണ് ഇത് ഹോൾഡ് ചെയ്യാനായിട്ട്. ആ ഒരു പ്രീമിയംനെസ് നല്ല രീതിയിലുണ്ട്. അതുപോലെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനും പെർഫെക്റ്റ് ആണ്. 202 grams ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. വളരെ മനോഹരമായി തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു ഇൻ ഹാൻഡ് ഫീലിനെ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഈ വേരിയന്റ് എന്ന് പറയുന്നത് 8GB RAM and 128GB സ്റ്റോറേജ് വരുന്ന വേരിയന്റ് ആണ്. ഇനി ഇതിന് വേറൊരു വേരിയന്റും കൂടിയുണ്ട് വിച്ച് കംസ് വിത്ത് 8GB RAM and 256GB ഓഫ് സ്റ്റോറേജ്. ഓക്കെ, അടുത്തതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ചാണ്. ഇത് എന്ത് ഡിസ്പ്ലേ ആണെന്ന് പറയാൻ തന്നെ നമുക്ക് കുറച്ച് സമയമെടുക്കും. ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ 6.7 ഇഞ്ച് ഫുൾ HD പ്ലസ് ഡൈനാമിക് AMOLED 2X ഇൻഫിനിറ്റി O ഡിസ്പ്ലേ ആണ്. ഒരു റാപ്പ് സോങ് പാടി തീർത്ത സുഖമാണ് ഇതിന്റെ ഡിസ്പ്ലേയുടെ പേര് പറഞ്ഞ് തീർക്കുമ്പോൾ. ആൻഡ് പേര് പോലെ തന്നെ അതിഗംഭീരമായ ഒരു ഡിസ്പ്ലേ ആണ് നമ്മളുടെ ഈ ഫോണിൻ്റെത്. അതായത് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും, ഞാനൊരു സ്മാർട്ട് ഫോണിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേസ് എവർ ആണ് ഈ ഫോണിൻ്റെത്. വളരെ റിച്ച് ആയിട്ടുള്ള കളേഴ്സ് ആണ്, വളരെ ഡീറ്റെയിൽഡ് ആണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരുപാട് മീഡിയ കൺസ്യൂം ചെയ്യുന്ന ആളാണെങ്കിൽ ഇതിൽ സിനിമ കാണുക അല്ലെങ്കിൽ ജസ്റ്റ് യൂട്യൂബ് വീഡിയോസ് വാച്ച് ചെയ്യുക, നെറ്റ്ഫ്ലിക്സ് കാണുക എന്നൊക്കെ ഉള്ളത് വളരെ ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക്. ആൻഡ് ഈ ഡിസ്പ്ലേക്ക് റിഫ്രഷ് റേറ്റ് വരുന്നത് 120 Hz ആണ്. അതിനോടൊപ്പം തന്നെ ഈ ഡിസ്പ്ലേയുടെ മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1300 nits ആണ്. അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ വിസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഇതിനൊരു പ്രശ്നമേ അല്ല. ഞാൻ വളരെ ഹാർഷ് ആയിട്ടുള്ള സൺലൈറ്റിലൊക്കെ ഇത് ടെസ്റ്റ് ചെയ്തതാണ്. വളരെ നല്ലൊരു വിസിബിലിറ്റി തന്നെയാണ് ഔട്ട്ഡോർസിൽ ഈ ഫോൺ നമുക്ക് തരുന്നത്. ഇനി ഈ ഫോണിന്റെ ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷനെ കുറിച്ച് നിങ്ങൾ വറീഡ് ആണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ പേടിക്കേണ്ട. ഇതിന് പ്രൊട്ടക്ഷൻ ആയിട്ട് നൽകിയിരിക്കുന്നത് കോണിംഗ് ഗോറില്ല ഗ്ലാസിന്റെ വിക്ടസ് എന്ന് പറഞ്ഞ ഗ്ലാസ് ആണ്. ആൻഡ് ടോക്കിംഗ് അബൌട്ട് പ്രൊട്ടക്ഷൻ, വേറെ ഒരു പ്രധാന കാര്യമുള്ളത് ഇത് IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ്. വിച്ച് മീൻസ് മഴ പെയ്യുന്ന ഒരു ദിവസം പോലും നിങ്ങൾക്ക് പുറത്തിറങ്ങുന്ന ഫോട്ടോ എടുക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഈ ഫോൺ കൊണ്ട് അത് സാധിക്കും. അപ്പോൾ അടുത്തതായിട്ട് നമുക്കിനി ഇതിന്റെ ഫിംഗർ പ്രിന്റ് സ്കാനർ എങ്ങനെ എത്ര സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ വരുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. ജസ്റ്റ് നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ മേ ബി ഒരു ഹാഫ് എ സെക്കൻഡ് ടൈമിൽ തന്നെ അത് അൺലോക്കായി വരുന്നുണ്ട്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഫിംഗർ പ്രിന്റ് സ്കാനർ നമുക്ക് തരുന്നത്. അടുത്തതായി നമ്മൾ ഈ ഫോണിൻ്റെ ഗംഭീരമായ ക്യാമറയിലേക്ക് കടക്കാൻ പോവുകയാണ്. ആക്ച്വലി ക്യാമറയെ പറ്റി എനിക്ക് കുറച്ചധികം തന്നെ പറയാനുണ്ട് ഈ ഫോണിൻ്റെ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിൻ്റെ സെറ്റപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് സാംസങ് ഇതിന് നൽകിയിരിക്കുന്നത്. ആൻഡ് മെയിൻ ക്യാമറ വരുന്നത് ഒരു 12 MP f1.8 സെൻസറാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു 12 MP f2.2 അൾട്രാ വൈഡ് ലെൻസ് ഉണ്ട്. ഇത് നമ്മളെ 120 ഡിഗ്രി വൈഡ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ഒരു 64 MP f2.0 ടെലഫോട്ടോ ലെൻസും നൽകിയിട്ടുണ്ട്. ആൻഡ് ഞാൻ ഈ ഫോണുമായിട്ട് പുറത്തിറങ്ങി കുറച്ചധികം തന്നെ ഫോട്ടോസ് ഞാൻ എടുത്തു നോക്കി. ആൻഡ് ഡേ ലൈറ്റ് ഷോട്ട്സ് നിസ്സംശയം പറയാം ഒരു രക്ഷയില്ലാത്ത റിസൾട്ട്സ് ആണ് തരുന്നത്. അതിപ്പോൾ നമ്മൾ മെയിൻ ക്യാമറയിൽ എടുത്താലും അതെ, ഇപ്പോൾ വൈഡ് ആംഗിൾ ക്യാമറ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിപ്പോൾ ഞാൻ മെയിൻ ക്യാമറയിൽ എടുത്ത ഫോട്ടോ ആണ്. ഇപ്പോൾ വൈഡ് ആംഗിൾ എനേബിൾ ചെയ്തിട്ട് എടുത്താണ്. വീണ്ടും ഇത് മെയിൻ ക്യാമറയാണ്, ഇപ്പോൾ വൈഡ് ആംഗിൾ ക്യാമറയാണ്. ആൻഡ് വളരെ നല്ല റിസൾട്ട്സ് തന്നെയാണ് ഈ ഫോട്ടോസ് നമുക്ക് തരുന്നത്. ഈവൻ ആ ടെലഫോട്ടോ ലെൻസ് ഉപയോഗിച്ച് നമ്മളൊരു 3x സൂമിൽ ഇട്ട് എടുക്കുന്ന ഫോട്ടോസും വളരെ നല്ല റിസൾട്ട്സ് തന്നെയാണ് തരുന്നത്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ ഫോട്ടോ ഇത് മെയിൺ സെൻസറിലുള്ള ഒരു ഫോട്ടോയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വൈഡ് ആംഗിൾ ലെൻസാണ്. ഇനി അടുത്തതായിട്ട് 3x സൂം നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 3x സൂമിലെടുത്ത ഫോട്ടോ ആണ്. വളരെ ക്രിസ്പ് ആൻഡ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡേ ലൈറ്റ് ഷോട്ട്സ് ആണ് നമുക്ക് ഈ ഫോണിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇൻഡോർ കണ്ടീഷനിൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻസിലും ഇതിൻ്റെ സെൻസറിൽ നിന്ന് വരുന്ന ഫോട്ടോസ് വളരെ നല്ല ഫോട്ടോസ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻസിൽ എടുത്ത ഫോട്ടോസ് തന്നെയാണ്. അത്യാവശ്യം പ്രറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് ഈ ഫോട്ടോസ് എല്ലാം വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഫോണിൽ ഈ ഗംഭീരമായ ഫോട്ടോസിലും കൂടുതൽ എന്നെ അമ്പരപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫോണിൻ്റെ വീഡിയോ കേപ്പബിലിറ്റീസ് ആണ്. അതായത് സാംസങ് ഇതിന് 8K വീഡിയോ റെക്കോർഡിംഗ് കേപ്പബിലിറ്റി നൽകിയിട്ടുണ്ട്. അതായത് 24 frames per second നമുക്ക് 8K വീഡിയോ ഇത് വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഞാൻ 8Kയിൽ റെക്കോർഡ് ചെയ്തതാണ്. ജസ്റ്റ് നമുക്ക് ഈ സാമ്പിൾ ഒന്ന് കണ്ടു നോക്കാം.
അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ ഈ ഫോണിൽ 4K 60 ഫ്രെയിംസിൽ ഒരു ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ്. അത്യാവശ്യം നല്ല കുലുക്കം ഉണ്ടായിരുന്നു. നമുക്കറിയാം ഓട്ടോറിക്ഷയ്ക്ക് അത്യാവശ്യം ചെറിയൊരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ആൻഡ് ഞാൻ ഒരിക്കലും എൻ്റെ കൈ സ്റ്റഡി ആയിട്ട് പിടിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. കുലുങ്ങുന്ന പോലെ കുലുങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് തന്നെ ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. പക്ഷേ സർപ്രൈസിംഗ്ലി ഞാൻ അമ്പരന്ന് പോയി ഈ വീഡിയോൻ്റെ ഒരു സ്റ്റെബിലൈസേഷൻ കണ്ടിട്ട്. നമുക്കറിയാം ഇതിലൊരു സൂപ്പർ സ്റ്റഡി മോഡ് എന്ന മോഡുണ്ട് നമുക്ക് സ്റ്റെബിലൈസേഷൻ കിട്ടാനായിട്ട്. പക്ഷേ ഈ വീഡിയോ എടുത്ത സമയത്ത് ഞാൻ സൂപ്പർ സ്റ്റഡി മോഡ് ഓഫ് ചെയ്തിട്ടാണ് എടുത്തത്. എന്നിട്ട് പോലും വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് എനിക്ക് ഈ ഫോണിൽ നിന്ന് കിട്ടിയത്. പിന്നെ വീഡിയോൻ്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് ഹൈ ക്വാളിറ്റി വീഡിയോ മാത്രമല്ല റെക്കോർഡ് ചെയ്യുന്നത്, അതിനോടൊപ്പം വളരെ നല്ല രീതിയിലുള്ള സൗണ്ട് ക്യാപ്ചറും ഈ ഫോൺ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഫോണിന് സ്റ്റീരിയോ സൗണ്ട് റെക്കോർഡിംഗ് സാംസങ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ട് വീഡിയോ എടുത്തല്ലോ, അതായത് ഫ്രണ്ട് ക്യാമറ വരുന്നത് ഒരു 10 മെഗാ പിക്സൽ സെൻസറാണ്. അതിൽ നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഓഡിയോ വളരെ ക്രിസ്പായിട്ടാണ് ഈ ഫോൺ റെക്കോർഡ് ചെയ്യുന്നത്. ഫ്രണ്ട് ക്യാമറയിൽ എടുത്ത ഒരു സാമ്പിൾ വീഡിയോ നമുക്കിപ്പോൾ ഒന്ന് കാണാം. ഞാൻ വേറെ ഒരു രീതിയിലുള്ള എഡിറ്റിംഗ് ചെയ്തിട്ടില്ല, ഫോണിൽ നിന്ന് കിട്ടിയ ഓഡിയോ അങ്ങനെ തന്നെയാണ് ഇതിൽ ഇട്ടിരിക്കുന്നത്. നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ ഒരു വെയിലത്ത് കാലിക്കറ്റ് ബീച്ചിൽ ക്യാമറ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഫ്രണ്ട് ക്യാമറയിലാണ് 4Kയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ സ്റ്റെബിലൈസേഷൻ വേറെ സാധനങ്ങളൊന്നുമില്ല, കയ്യിൽ ഹാൻഡ് ഹെൽഡ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം ഇതിൻ്റെ ഒരു സ്റ്റെബിലൈസേഷൻ വീഡിയോ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന്. അതുപോലെ തന്നെ സൗണ്ട് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഓൺ ബോർഡ് മൈക്രോഫോണിലാണ്. എനിക്കിങ്ങനെ കണ്ടിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ക്യാമറയെ പറ്റിയുള്ള അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ പോർട്രേറ്റ് ഫോട്ടോസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ നല്ല റിസൾട്ട്സ് തന്നെയാണ്. ആൻഡ് എടുത്തു പറയേണ്ട ഒരു കാര്യം, പോർട്രേറ്റ് ഫോട്ടോസ് പോലെ തന്നെ പോർട്രേറ്റ് വീഡിയോ എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഈ ഫോണിനുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഞാൻ ജസ്റ്റ് ഇൻഡോറിൽ പോർട്രേറ്റ് വീഡിയോ മോഡിൽ ഇട്ടിട്ട് എടുത്ത ഒരു വീഡിയോ ആണ്. അത്യാവശ്യം തെറ്റില്ലാത്ത റിസൾട്ട് തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അടുത്തതായിട്ട് ഇനി ഫ്രണ്ട് ക്യാമറയിലെ ഫോട്ടോസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ മനോഹരമായ സെൽഫീസ് ആണ് നമുക്ക് ഈ ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് കിട്ടുന്നത്. ഞാൻ ഒരുപാടധികം ഫ്രണ്ട്സൊക്കെ ആയിട്ട് സെൽഫീസ് എടുത്ത് നോക്കി, ഇൻഡോസിൽ ഔട്ട്ഡോസിലൊക്കെ എടുത്ത് നോക്കി. വളരെ നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള സെൽഫീസ് ആണ് നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നത്. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അടുത്തതായി നമ്മൾ ഇതിന്റെ പെർഫോമൻസിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ സാംസങ് യൂസ് ചെയ്തിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് എക്സിനോസിന്റെ 2100 എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് ചിപ്സെറ്റ് ആണ്. അതൊരു 5 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. ഗ്ലോബലി മിക്ക കൺട്രീസിലും എക്സിനോസ് തന്നെയാണ് സാംസങ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. US-ലും ചൈനയിലും മാത്രമാണ് സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഈ ഫോൺസ് ഇറങ്ങുന്നത്. സ്നാപ്ഡ്രാഗണിന്റെ 888 എന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണ്. അതിനോട് വളരെയധികം കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു അത്രയും തന്നെ കേപ്പബിൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ് എക്സിനോസ് 2100യും. ആൻഡ് ഇതിന്റെ ഒരു ഡെയിലി യൂസേജിൽ എനിക്ക് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഇപ്പോൾ ഇതിന്റെ ബ്രൗസിംഗ് ആണെങ്കിൽ തന്നെ വളരെ ഫാസ്റ്റ് ആണ്. ആൻഡ് വിത്ത് ദാറ്റ് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റും കൂടി വരുമ്പോഴത്തേക്കും വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഗെയിമിങ്ങിന്റെ കാര്യത്തിലും എനിക്ക് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. 120 ഹെർട്സ് ഒക്കെ ഗെയിമിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചിപ്സെറ്റും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഫ്രെയിം ഡ്രോപ്സോ കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഫോൺ നമുക്ക് തരുന്നത്. ഇനി ഫൈനലായിട്ട് ഇതിനെ എല്ലാം പവർ ചെയ്യാനായിട്ട് സാംസങ് നമുക്ക് തന്നിരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് 4800 mAh ഒരു ബാറ്ററിയാണ്. 6.7 ഇഞ്ച് ഇത്രയും ഗംഭീരമായ ഒരു ഡിസ്പ്ലേ പവർ ചെയ്യാൻ 4800 mAh ബാറ്ററി അഡിക്വേറ്റ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. സുഖമായിട്ട് ഇപ്പോൾ എൻ്റെ യൂസേജിൽ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പുറത്തൊക്കെ പോയപ്പോൾ ഒരുപാടധികം വീഡിയോസ്, അത് 8Kയിൽ 4Kയിൽ വീഡിയോസ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മോഡ്സിലായിട്ട് ഫോട്ടോസ് എല്ലാം ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് ഈസിലി ഒരു ഫുൾ ഡേ ചാർജ് ഇതിലെനിക്ക് കിട്ടിയായിരുന്നു. ചാർജിങ്ങിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ സാംസങ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 25 വാട്ട് വരെയുള്ള ഫാസ്റ്റ് ചാർജിങ് ഇത് സപ്പോർട്ട് ചെയ്യും. ഞാൻ എൻ്റെ കയ്യിൽ ഒരു 25 വാട്ട് ചാർജറുണ്ട്. ഞാൻ അത്യാവശ്യം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇതിൽ ചാർജ് ഫില്ലാവുന്നുണ്ട്. അതുപോലെ വയർലെസ് ചാർജിങ് സപ്പോർട്ടുണ്ട്. 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടാണ് നമുക്കിതിലുള്ളത്. അതുപോലെ തന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ് ഉണ്ട്. അത് വരുന്നത് 4.5 വാട്ട്സ് ആണ്. പിന്നെ ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് ആൻഡ്രോയിഡ് 11 ആണ്. അതിന് മുകളിലായിട്ട് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇന്റർഫേസ് എന്ന് പറയുന്നത് സാംസങ്ങിന്റെ സ്വന്തം യൂസർ ഇന്റർഫേസ് ആയ One UI 3.1 വേർഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫൈനലി നമ്മൾ ഈ ഒരു വീഡിയോന്റെ കൺക്ലൂഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. എനിക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീമിയം ഫോൺ തന്നെയാണ് സാംസങ് ഗാലക്സി S21 Plus 5G എന്ന് പറയുന്നത്. നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പോൾ ഒരു ഹയർ സൈഡിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ചെക്കൗട്ട് ചെയ്യാം. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇത് നമ്മൾക്കിപ്പോൾ പ്രീ ബുക്ക് ചെയ്യാനുള്ള അവസരമാണുള്ളത്. നിങ്ങൾക്ക് myGയിൽ ഇത് പ്രീ ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ പല സ്റ്റോർസിലും ഇതിൻ്റെ ഡെമോ മോഡൽസ് എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നേരിട്ട് ചെന്ന് കണ്ട് എക്സ്പീരിയൻസ്
യൂസ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ myG.in എന്ന ഓൺലൈൻ വെബ്സൈറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ ഫോണിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റ് ഏത് ഫോണിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയാം. നിങ്ങൾക്ക് വാങ്ങാനും പ്രീ ബുക്ക് ചെയ്യാനും എല്ലാമുള്ള സൗകര്യം myG.in നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബെസ്റ്റ് പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് ഈ ഫോൺ അല്ലെങ്കിൽ മറ്റേത് ഫോണാണെങ്കിലും myGയിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ ലോഗ് ഓൺ ടു www.myg.in. ഓക്കെ ഗൈസ്, അങ്ങനെ നമുക്ക് നമ്മളുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഇത് myGയുടെ ഒഫീഷ്യൽ ചാനലാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ആ ചുമപ്പ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു ബെല്ലൈക്കണും കൂടിയുണ്ട്, അത് ഇനേബിൾ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഈ മനോഹരമായ വീഡിയോയിൽ നിന്ന് ഞാൻ സൈൻ ഔട്ട് ചെയ്യാണ് സുഹൃത്തുക്കളെ. നമ്മൾക്കിനി myGയുടെ അടുത്ത വേറൊരു റേഞ്ച് വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. Until then, take care. Bye bye. myG, my generation digital hub.